ശ്രീ സായി സച്ചരിതം ഹേമത് പാന്ത് അധ്യായം 47 പൂർവജന്മങ്ങൾ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. ആ തിരുമുഖത്തിൻ്റെ പ്രഭാവം എന്താണ്, എത്രയാണ്, ആർക്കത് വിവരിക്കാനാവും? ഒരു മാത്ര ആ സുന്ദരമായ ദിവ്യപ്രഭ പ്രസരിക്കുന്ന മുഖത്തേക്ക് നോക്കിയാൽ മതി. അവിടുന്ന് നമ്മുടെ പൂർവ്വജന്മങ്ങളിലെ പാപങ്ങൾ ദഹിപ്പിച്ച് ആനന്ദമേകും. അവിടുന്ന് കരുണാപൂർവ്വം നമ്മെ നോക്കിയാലോ ആ നിമിഷം കർമ്മബന്ധങ്ങൾ അറ്റുപോകും. മനസ്സിൽ ശാന്തിയും ആനന്ദവും തിരയടിക്കും. പാവനയായ ഗംഗ നമ്മുടെ പാപം അകറ്റുമെന്നത് സുവിദിതമാണല്ലോ. തന്നിൽ അടിഞ്ഞുകൂടിയ പാപകൂമ്പാരങ്ങളെ ഗംഗ ശുദ്ധീകരിക്കുന്നത് മഹർഷീശ്വരന്മാരുടെ തൃപ്പാദ സ്പർശനത്താലാണ്. അങ്ങനെ താൻ പവിത്രീകരിക്കപ്പെടൂ എന്ന് ഗംഗയ്ക്കറിയാം. ഋഷിമാരിൽ ഉത്തമോത്തമനായ അവതാരവരിഷ്ഠനായ സായിയുടെ ദർശന സ്പർശന സംഭാഷണാദികളുടെ മൂല്യം അപ്പോൾ ആലോചിച്ചു നോക്കുവിൻ. ആ മഹാപ്രഭുവിൻ്റെ ലീല കേൾക്കാനായി ഞാൻ വിനയത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ജനനവും മരണവും സ്വാഭാവികം. ഒരുവൻ്റെ കർമ്മത്തിനനുസരിച്ചാണ് അടുത്ത ജന്മം ലഭിക്കുക. ചിന്തയ്ക്കനുസരിച്ച് കർമ്മവും ഉണ്ടാകുന്നു. അതായത് എന്ത് ചിന്തയാണോ നമ്മിൽ പ്രബലമായിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അടുത്ത ജന്മം ഉണ്ടാവുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഓരോ ജന്മവും നാം തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നല്ലത് ചിന്തിച്ചാൽ നല്ല ജന്മമുണ്ടാവും. ഇക്കാര്യം ഉൾക്കൊള്ളാനായാൽ സത്ചിന്തകൾ പുലർത്തി സത്കർമ്മങ്ങളിൽ വ്യാപരിക്കാൻ മനസ്സുണ്ടാകും. അതുകൊണ്ട് പക, അസൂയ തുടങ്ങിയ ദുർഭാവങ്ങൾ നമ്മുടെ തന്നെ നന്മയെ കരുതി മാറ്റി നിർത്തുക. കടം, ശത്രുത, കൊലപാതകം, വഞ്ചന എന്നിവയുടെ ഫലം അനുഭവിക്കേണ്ടി വരും. അതിന് പ്രായശ്ചിത്തമില്ല. അത് അനുഭവിക്കും വരെ ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് കറങ്ങേണ്ടി വരും. ഇതിനൊരു ശാന്തി നൽകുന്നത് സായി സ്മരണയും തിരുനാമജപവും മാത്രം. ജന്മജന്മാന്തരങ്ങളിലേക്ക് കർമ്മവും ചിന്തകളും നമ്മളെ എങ്ങനെ വലിച്ചിഴയ്ക്കുന്നു എന്നറിയാൻ സായി മാത സ്വയം അരുളിയ ഈ സംഭവം കേൾക്കൂ. സായി ദേവൻ ഇങ്ങനെ അക്കഥ വിവരിച്ചു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ സവാരിക്കിറങ്ങി. ഏറെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണം തോന്നി. നദി അടുത്ത് ഉണ്ടായിരുന്നതിനാൽ നന്നായി ഒന്ന് കുളിച്ചു. അതോടെ ക്ഷീണമകന്നു. നല്ല അന്തരീക്ഷമായിരുന്നു അവിടെ. നാട്ടിൻ പുറത്തെ ഒറ്റയടിപ്പാത, തീരങ്ങളിൽ ഇടതിങ്ങി വളർന്ന മരങ്ങൾ, അവയുടെ ശിഖരങ്ങളും ഇലകളും മേൽക്കൂര പോലെ നിന്ന് താഴെ തണൽ വിരിച്ചു. കുളിർമയുള്ള കാറ്റ്, എന്തൊരു സുഖം! ഞാൻ ആ തണലിലിരുന്നു. ഒന്ന് പുകവലിക്കാനായി കരിമൺ പൈപ്പ് എടുത്ത് നിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു തവളയുടെ ദീനമായ നിലവിളി കേട്ടു. ഈ സമയം ഒരു വഴിയാത്രക്കാരനും അവിടെ വന്നുകൂടി. അയാൾ എന്നെ നമസ്കരിച്ച ശേഷം അടുത്തിരുന്നു. വിനയപൂർവ്വം പൈപ്പ് വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു, അവിടുന്ന് ഏറെ ദൂരം നടന്നിരിക്കുന്നു. മസ്ജിദ് വളരെ അകലെയാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോകണ്ട. നല്ല വെയിലായി കഴിഞ്ഞു. അടുത്തു തന്നെയാണ് എൻ്റെ വീട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? കുറച്ചെന്തെങ്കിലും കഴിച്ച് പൈപ്പ് പുകച്ച ശേഷം തിരിച്ചു പോകാം. ഞാനും കൂടെ വരാം. ഇങ്ങനെ പറഞ്ഞ ശേഷം അയാൾ പൈപ്പ് കത്തിച്ച് എൻ്റെ കയ്യിൽ ഭയഭക്തി ബഹുമാനത്തോടെ നൽകി. ഈ സമയമൊക്കെയും തവളയുടെ ദീനമായ നിലവിളി കേൾക്കാമായിരുന്നു. യാത്രക്കാരൻ ആ ശബ്ദം എന്തെന്ന് തിരക്കി. ഞാൻ പറഞ്ഞു, അതൊരു തവളയുടെ നിലവിളിയാണ്. അവൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. എന്തു ചെയ്യാം? കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നു. കരഞ്ഞിട്ടെന്തു കാര്യം? നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ ഫലവും അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് കേട്ടപ്പോൾ അയാൾ മെല്ലെ എഴുന്നേറ്റു. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അയാൾക്ക് ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ആഗ്രഹമായി. അതറിഞ്ഞ് ഞാൻ പറഞ്ഞു, ചെല്ലു, ഒരു തവള പാമ്പിൻ്റെ വായിൽ പെട്ടുപോയി. പോയി കണ്ടിട്ട് വരൂ. അയാൾ പോയി താമസിയാതെ മടങ്ങി വന്നു. ശരിയാണ് അവിടുന്ന് പറഞ്ഞത്. പൂർണ്ണമായും സത്യം തന്നെ. ഒരു ഭീകരൻ പാമ്പ്. അവൻ്റെ വായി കണ്ടാൽ മരണവക്ത്രം പോലെ തോന്നും. അവൻ തവളയെ വിഴുങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഇനി ഏറെ താമസമില്ല. അതിനകം ആ പാമ്പ് തവളയെ കൊല്ലും, വിഴുങ്ങും. ഇല്ല, അതങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം ആ തവളയുടെ രക്ഷകനായി ഞാൻ ഇവിടെയുണ്ട്. അപ്പോൾ എങ്ങനെ പാമ്പിന് തവളയെ വിഴുങ്ങാൻ കഴിയും? ഞാൻ അവൻ്റെ വിധി എങ്ങനെയാണ് മാറ്റിവിടുന്നതെന്ന് കണ്ടുകൊള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും പുകവലിച്ചു. പിന്നെ ഞാൻ എഴുന്നേറ്റു. തവളയുടെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഞങ്ങൾ ഇരുവരും നീങ്ങി. എൻ്റെ നീക്കങ്ങൾ കണ്ട് വഴിയാത്രക്കാരൻ ഭയന്നു. അയാൾ തടയാൻ ശ്രമിച്ചു. അയ്യോ, പോകരുത്, അതൊരു ഭീകരൻ സർപ്പമാണ്. നമ്മുടെ ജീവനും അപകടത്തിലാകും. ഓടി രക്ഷപ്പെടാൻ പോലും നിവൃത്തിയില്ലാത്ത വിധമാണ് അവിടം. ഞാൻ അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. നേരെ മുന്നോട്ട് ചെന്നു. ആ ഭയാനക രംഗത്തിൻ്റെ മുന്നിലെത്തി. സർപ്പത്തെയും തവളയെയും കണ്ട ഉടനെ ഞാൻ തിരക്കി. ഏയ് വീരഭദ്രപ്പ, നിനക്ക് ഇനിയും അടങ്ങാറായില്ലേ? നിന്റെ ശത്രു ബാസപ്പ തവളയായി ജനിച്ചു. നീ ഇങ്ങനെ പാമ്പുമായി. എന്നിട്ടും ഇനിയും പശ്ചാത്തപിക്കാൻ തോന്നുന്നില്ലേ? കഷ്ടം. നിൻ്റെയൊക്കെ ശത്രുത എന്നാണ് ഇനി ഇല്ലാതാവുക? ലജ്ജാകരം. പോകൂ, ശത്രുത വെടിയൂ, ശാന്തമായിരിക്കൂ. ഞാനത് പറഞ്ഞതും പാമ്പ് തവളയുടെ പിടിവിട്ടു. അത് ഇഴഞ്ഞ് പുഴയിൽ ചാടി അപ്രത്യക്ഷമായി. രക്ഷപ്പെട്ട തവള പൊന്തയിലേക്ക് മറിഞ്ഞു. ഇതെല്ലാം കണ്ട് വഴിയാത്രക്കാരൻ അന്തം വിട്ടു. അയാൾക്കൊന്നും മനസ്സിലായില്ല.
ആകാംക്ഷ അടക്കാനാവാതെ അയാൾ ചോദിച്ചു, ആരാണ് ഈ വീരഭദ്രപ്പ? ആരാണ് ബാസപ്പ? അവർ തമ്മിൽ ശത്രുക്കളായത് എങ്ങനെ? ഞാൻ അയാളെ മരത്തണലിലേക്ക് കൊണ്ടുപോയി. ഇളം കാറ്റ് വീശുന്നു. വീണ്ടും പൈപ്പിന് തീ കൊളുത്തി. യാത്രക്കാരന് ആദ്യം പുകവലിക്കാൻ കൊടുത്തു. പിന്നെ ഞാൻ വലിച്ചു. അപ്പോൾ ആ വിസ്മയകരമായ കഥ ഞാൻ അയാളോട് പറഞ്ഞു. എൻ്റെ സ്ഥലത്തു നിന്നും 6-7 മൈൽ അകലെ പ്രശസ്തമായൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അവിടെ ജീർണിച്ചു തുടങ്ങിയ ഒരു മഹാദേവ ക്ഷേത്രവും. ഒരിക്കൽ നാട്ടുകാർ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ ആലോചന തുടങ്ങി. താമസിയാതെ അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അവർക്ക് വലിയൊരു സംഖ്യ ശേഖരിക്കാനും കഴിഞ്ഞു. അതോടെ നിത്യപൂജയ്ക്ക് ഏർപ്പാടായി. പുനരുദ്ധാരണത്തിലുള്ള രൂപരേഖയും തയ്യാറാക്കി. അവിടെ തന്നെയുള്ള ഒരു ധനികനെ പണം കൈകാര്യം ചെയ്യാനായി പൂർണ്ണമായും അധികാരമേൽപ്പിച്ചു. പണവും അയാൾക്ക് കൈമാറി. അയാൾ സത്യസന്ധതയോടെ കാര്യങ്ങൾ ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ധനികനാകട്ടെ പിശുക്കൻ. അതുകൊണ്ട് പണി വളരെ മന്ദഗതിയിലേ മുന്നോട്ട് നീങ്ങിയുള്ളൂ. അതിമധുരമായി സംസാരിച്ച് ആളുകളെ മൗനിയാക്കാനും അയാൾ വിരുദ്ധനായിരുന്നു. അയാൾ സ്വന്തം കീശയിൽ നിന്നും ഒരു നയാ പൈസ പോലും ക്ഷേത്ര പുനർനിർമ്മാണത്തിന് എടുത്തില്ല. പണി തീരാറായപ്പോൾ സംഘാടകർ ധനികനെ ചെന്ന് കണ്ടു. അങ്ങും കൂടി സഹകരിച്ചില്ലെങ്കിൽ എങ്ങനെ ഈ ജോലി പൂർത്തിയാകും? എന്തായാലും ഞങ്ങൾ കുറച്ചുകൂടി പണം പിരിക്കാം. ദയവായി ക്ഷേത്ര പുനരുദ്ധാരണം വേഗം പൂർത്തിയാക്കണേ. ജനങ്ങൾ വീണ്ടും നല്ലൊരു സംഖ്യ പിരിച്ച് അയാൾക്ക് നൽകി. പക്ഷെ അതുകൊണ്ടും പ്രയോജനമുണ്ടായില്ല. ധനികൻ മുമ്പത്തെ പോലെ തന്നെ പെരുമാറി. ജനങ്ങൾ കനത്ത നിരാശയിലുമായി. കുറച്ച് ദിവസം കഴിഞ്ഞതേയുള്ളൂ. ധനികൻ്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ മഹാദേവൻ അരുളി, വേഗം ക്ഷേത്രത്തിനൊരു താഴികക്കുടമെങ്കിലും നിർമ്മിക്കൂ. നീ എത്ര മുടുക്കുന്നുവോ അതിൻ്റെ 100 ഇരട്ടി ഞാൻ നൽകുന്നതാണ്. നേരം പുലർന്നു. സ്വപ്നം അവരുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നു. അവർ ഭർത്താവിനോട് താൻ കണ്ട സ്വപ്നം വിശദീകരിച്ചു. പിശുക്കൻ ധനികൻ എല്ലാം കേട്ടിരുന്നു. പക്ഷേ പൈസ ചെലവഴിക്കുന്ന കാര്യം അയാൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. അതിനേക്കാൾ നന്ന് മരണമാണെന്നായിരുന്നു അയാളുടെ പക്ഷം. അയാൾ ഭാര്യയോട് പറഞ്ഞു, സ്വപ്നദർശനമോ? എനിക്കതിലൊന്നും വിശ്വാസമില്ല. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ എന്ത് ബന്ധം? അയാൾ അവരെ പരിഹസിക്കാൻ തുടങ്ങി. ഈശ്വരൻ എൻ്റെ കയ്യിൽ നിന്നും പണം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് തന്നെ നേരിട്ട് ബന്ധപ്പെടും. എന്തിനാ അതിനായി നിൻ്റെ അടുത്ത് വരണം? ഈശ്വരനെ എൻ്റെ സ്വപ്നത്തിൽ വന്നുകൂടെ? നീ പറയുന്നതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാനാകും? ഒന്നുകിൽ നീ കണ്ടു അവകാശപ്പെടുന്ന സ്വപ്നം ശുദ്ധ അബദ്ധം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലകറ്റുന്ന ഏതോ അദൃശ്യ ശക്തിയാണ് അതിനു പിറകിൽ, അല്ലെങ്കിൽ നിൻ്റെ ഉറക്കം ശരിയായി കാണില്ല. അല്ലാതെ സ്വപ്നം സത്യമെന്ന് ആരെങ്കിലും കരുതുമോ? അതോടെ അവർക്ക് ഉത്തരം മുട്ടി. അവർ ആകെ ആശയക്കുഴപ്പത്തിലുമായി. ധനികൻ അരപ്പൈസ പോലും സ്വന്തം കീശയിൽ നിന്നെടുത്തില്ല. ഇങ്ങനെയിരിക്കെ ധനികൻ്റെ ഭാര്യ മറ്റൊരു സ്വപ്നം കണ്ടു. ക്ഷേത്ര നിർമ്മാണത്തിന് പണം കൊടുക്കാനായി നിൻ്റെ ഭർത്താവിനെ നിർബന്ധിക്കേണ്ട. ഈശ്വരന് വേണ്ടത് നിൻ്റെ ഉറച്ച വിശ്വാസവും ശുദ്ധഭക്തിയും. നീ എന്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് മാത്രം കൊടുത്താൽ മതി. അതെത്ര ചെറുതായാലും കുഴപ്പമില്ല. നിൻ്റെ പ്രേമപൂർവമായ ഭക്തിപൂർവമായ ഹൃദയമാണ് ഈശ്വരന് മുഖ്യം. പ്രേമരഹിതമായി എത്ര വലിയ സമ്പത്ത് സമർപ്പിച്ചാലും ഈശ്വരന് അതിനൊരു മൂല്യവും കൽപ്പിക്കുന്നില്ല. ആ സമർപ്പണം നിഷ്ഫലം. ഇങ്ങനെയുള്ള ഉപദേശത്തോടെ ഭഗവാൻ മറഞ്ഞു. ആ ഭക്ത ഉണർന്നു. സ്വപ്നത്തിലെ ഭഗവത്വാണികൾ അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. തനിക്കായി അച്ഛൻ വാങ്ങിത്തന്ന ആഭരണങ്ങൾ വിൽക്കാൻ അവൾ തീരുമാനിച്ചു. വിവരം ഭർത്താവിനോട് പറയുകയും ചെയ്തു. അയാൾ ആകെ അസ്വസ്ഥനായി. കഷ്ടം, ഇവൾക്ക് ബുദ്ധി കെട്ടിരിക്കുന്നു. ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ വാരിക്കോരി വല്ല ക്ഷേത്രത്തിനും ധനം കൊടുക്കുക. അയാൾക്ക് അത് അസഹനീയമായി. പിശുക്കൻ്റെ നോട്ടത്തിൽ ധനം ചെലവഴിക്കുന്നതിന് ഒരു യുക്തിയുമില്ല. അയാൾ ഏറെ ആലോചിച്ചു. ഒടുവിൽ പിശുക്കൻ ഒരു പരിഹാരം കണ്ടെത്തി. അയാൾ ഭാര്യയുടെ ആഭരണം സ്വയം വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു. അവളുടെ എല്ലാ ആഭരണങ്ങൾക്കും കൂടി അയാൾ 1000 രൂപ കണക്കാക്കി. അതിനു പകരമായി പണം കൊടുത്തില്ല. പകരം അടുത്ത ഇട നിരപ്പാക്കിയെടുത്ത ഒരു തുണ്ട് പാഴ്ഭൂമി അവർക്ക് നൽകി. ആ ഭൂമി ആരോ അയാൾക്ക് പണയപ്പെടുത്തിയതുമായിരുന്നു. ഒന്നിനും കൊള്ളാത്ത തരിശുഭൂമി, മഴക്കാലത്ത് പോലും പുല്ല് കിളിർക്കാത്ത ഭൂമി. അയാൾ തൻ്റെ തീരുമാനം ഭാര്യയോട് നയപൂർവ്വം അവതരിപ്പിച്ചു. പാവം, അവൾ അതെല്ലാം വിശ്വസിച്ചു. അങ്ങനെ ആഭരണങ്ങൾ വാങ്ങി ഭൂമി ഭാര്യയ്ക്ക് കൈമാറിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഈ ഭൂമി 1000 രൂപ വിലമതിക്കും. സ്വപ്നദർശനം കിട്ടിയ പോലെ നീ ഇത് ദേവന് സമർപ്പിച്ചുകൊള്ളൂ. ദേവൻ സംതൃപ്തനാകും. അപ്പോൾ നിനക്ക് സന്തോഷവും ലഭിക്കും. ഭർത്താവിൻ്റെ വാക്കുകൾ സത്യമെന്ന് കരുതി ആ ഭക്ത അപ്രകാരം ചെയ്തു. ആ ഭൂമി മറ്റൊരാളുടെ പണയവസ്തുവാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. ദുബാക്കി എന്ന ദരിദ്ര സ്ത്രീ ഗതികേട് കൊണ്ട് ധനികന് പണയം വെച്ചിരുന്നതാണ്. വർഷക്കാലത്ത് പോലും അതിൽ പുല്ലുമുളക്കില്ല. അത്രയും പാഴായിരുന്നു ആ സ്ഥലം. അങ്ങനെ ഭാര്യയുടെ ധനവും ശ്രീപരമേശ്വരൻ്റെ സമ്പത്തും ആ പിശുക്കൻ തട്ടിയെടുത്തു. പാഴ്ഭൂമി ദേവന് വേണ്ടി ക്ഷേത്രപൂജാരി ഏറ്റെടുത്തു. കുറച്ച് സ്ഥലം കിട്ടിയതിൽ പൂജാരി സന്തോഷിക്കുകയും ചെയ്തു. കാലം കുറേ കഴിഞ്ഞു. ഒരിക്കൽ ശക്തമായ കൊടുങ്കാറ്റും ഇടിവെട്ടും പേമാരിയും ഉണ്ടായി. പിശുക്കൻ്റെ കെട്ടിടവും സ്വത്തും എല്ലാം പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചു. ദേവന് സമർപ്പിച്ച ഭൂമി ഒഴികെ എല്ലാറ്റിലും വിപത്ത് താണ്ഡവമാടി. ആ ദുരന്തത്തിൽ പിശുക്കനും ഭക്തയായ ഭാര്യയും ദരിദ്രയായ ദുബാക്കിയും മരിച്ചു. പിശുക്കനായ ധനികൻ മധുരയിൽ ഒരു ദരിദ്ര ബ്രാഹ്മണൻ്റെ പുത്രനായി ജനിച്ചു. അവനാണ് വീരഭദ്രപ്പ. ആ സ്ത്രീ ആകട്ടെ ക്ഷേത്രപൂജാരിയുടെ മകളായ ജന്മം കൊണ്ടു. അവൾക്ക് ഗൗരി എന്ന് പേരിട്ടു. ദുബാക്കിയുടെ വിധി മറ്റൊരു വിധത്തിലായി. അവൾ ഒരു ആൺകുട്ടിയായി ജനിച്ചു.
ചെന്നബാസപ്പ എന്നവന് പേരിട്ടു. അങ്ങനെ കർമ്മഫലം അനുഭവിക്കാനായി അവർ ഇങ്ങനെയെല്ലാം ശരീരം സ്വീകരിച്ചു. ശ്രീ പരമേശ്വരൻ്റെ പൂജാരി എനിക്കിഷ്ടമായിരുന്നു. പൂജാരി മിക്കവാറും എന്നെ കാണാൻ വരും. ഞങ്ങൾ സംസാരിക്കും, ഒരുമിച്ച് പുകവലിക്കും. അതിനിടയിൽ ഗൗരി മിടുക്കിയായി വളർന്നു, വിവാഹപ്രായമായി. ഒരിക്കൽ പൂജാരി പറഞ്ഞു, ഗൗരിക്കായി ഒരു പയ്യനെ തിരിയാൻ തുടങ്ങിയിട്ട് ഏറെയായി, പറ്റിയതൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ നിരാശയകറ്റി ഞാൻ പറഞ്ഞു, എന്തിനു വിഷമിക്കുന്നു? അവൾക്കുള്ള വരൻ പുറപ്പെട്ടു കഴിഞ്ഞു. താമസിയാതെ അവിടെ വരും. നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. ഈ സമയത്താണ് ദാരിദ്ര്യം സഹിക്കവയ്യാതെ വീരഭദ്രപ്പ വീടുപേക്ഷിച്ച് ഇറങ്ങിയത്. അയാൾ ഗ്രാമങ്ങൾ തോറും അലഞ്ഞ് യാത്ര ചെയ്തു. ചിലയിടത്ത് കഠിനമായി അധ്വാനിച്ചു, ചിലയിടത്ത് ഭിക്ഷയെടുത്തു. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് സംതൃപ്തി അടയാൻ വിധിക്കപ്പെട്ട് അയാൾ യാത്ര തുടർന്നു. പ്രാരബ്ധ കർമ്മശക്തിയാൽ വീരഭദ്രപ്പ പൂജാരിയുടെ ഗൃഹത്തിലെത്തി. അവനെ എല്ലാവർക്കും താല്പര്യമായി. കുറച്ചു കാലങ്ങൾ കൊണ്ട് അവൻ പൂജാരിയുടെ പ്രീതിയും നേടി. അപ്പോൾ പൂജാരിയിൽ ഒരു ചിന്ത ഉടലെടുത്തു. ഇയാളെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിച്ചാലോ? ഇക്കാര്യം പൂജാരി എന്നോട് പറഞ്ഞു. ഒരു ദിവസം വീരഭദ്രപ്പയെയും കൂട്ടി എൻ്റെ അടുത്ത് വരികയും ചെയ്തു. അങ്ങനെ എൻ്റെ അനുവാദത്തോടെ ആ വിവാഹം മംഗളമായി നടന്നു. ഞാൻ ഇരുവരെയും അനുഗ്രഹിച്ചയച്ചു. വീരഭദ്രപ്പയും എന്നെ ആരാധിക്കാൻ തുടങ്ങി. കാലം കുറേ മുന്നോട്ട് പോയി. സാമ്പത്തിക ഞെരുക്കം പലപ്പോഴും വീരഭദ്രപ്പയെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ദാരിദ്ര്യം ആരുടെ മനോധൈര്യമാണ് തളർത്താത്തത്? ഒരിക്കൽ വീരഭദ്രപ്പ എന്നോട് പറഞ്ഞു, വിവാഹ ജീവിതം കഠിനം, കെട്ടുപാടുകൾ ബഹുകഠിനം. പണത്തിൻ്റെ കുറവ് എന്നെ വല്ലാതെ ക്ലേശിപ്പിക്കുന്നു. കുടുംബകാര്യങ്ങൾ പോലും ശരിക്കും ചെയ്യാനാവുന്നില്ല. എനിക്കെന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ. അവിടുന്ന് ചേർന്നല്ലേ എന്നെ വിവാഹം കഴിപ്പിച്ചത്? അയാളുടെ ദുഃഖം കൊണ്ട് ഞാൻ അനുഗ്രഹിച്ചു. അല്ലാഹു മാത്രം സത്യം അറിയുന്നു. നിന്റെ പ്രയാസം ഈശ്വരൻ പരിഹരിക്കും. സമാധാനമായിരിക്കും. ഞാൻ അവനെ ഇങ്ങനെ ഉപദേശിക്കുകയും വാത്സല്യപൂർവ്വം അനുഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു. വീരഭദ്രപ്പ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കയ്യിൽ പണമില്ല, ഭാര്യയുടെ കാര്യങ്ങൾ പോലും സാധിച്ചു കൊടുക്കാനാവുന്നില്ല, എനിക്ക് മടുത്തു, എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ധൈര്യമായിരിക്കൂ, നിന്റെ നല്ല കാലം വരാറായി. ധനസമൃദ്ധി കൊണ്ട് നീ അഭിഷിക്തനാവും. ഞാൻ അവന് കരുത്തേകാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായി പല സംഭവവികാസങ്ങളും ഉണ്ടായി. ഗൗരിയുടെ ഭാഗ്യമെന്ന് പറയാം. ഭൂമിക്ക് വില കുത്തനെ ഉയർന്നു. ഈശ്വരൻ്റെ വഴികൾ നിഗൂഢം, അതാർക്കും പിടികിട്ടുകയില്ല. ഗൗരിയുടെ സ്ഥലം വാങ്ങാൻ ആളെത്തി. അതിന് 1,00,000 രൂപ വില പറഞ്ഞു. പകുതി തുക ഉടൻ കൊടുക്കാമെന്നും ബാക്കി തുക തവണകളായി കൊടുക്കാമെന്നും വ്യവസ്ഥ വെച്ചു. ബാക്കി തുക 25 വർഷങ്ങൾ കൊണ്ട്, വർഷം 2,000 രൂപ പലിശ വേറെയും കൊടുക്കാമെന്നും ഭൂമി വാങ്ങാൻ വന്നയാൾ പറഞ്ഞു. എല്ലാവർക്കും വളരെ സ്വീകാര്യമായി ഈ നിർദ്ദേശം. ഗൗരിക്ക് അങ്ങനെ വലിയൊരു തുക സമ്പാദിക്കാനും സാധിക്കും. പക്ഷേ അപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായി. പണത്തെ ചൊല്ലി കലഹമുയർന്നു. ഭഗവാൻ സമർപ്പിച്ച ഭൂമിയായതിനാൽ ചെന്നബാസപ്പ തനിക്കാണ് ആദ്യ ഉടമാവകാശം എന്ന് വാദിച്ചു. അയാൾ പകുതി വാർഷിക പലിശ ആവശ്യപ്പെട്ടു. വീരഭദ്രപ്പ ഒരു പൈസ പോലും വേണ്ടെന്ന് വയ്ക്കാൻ ഒരുക്കമല്ലായിരുന്നു. ചെന്നബാസപ്പയും വിട്ടുകൊടുത്തില്ല. തർക്കം പരിഹരിക്കാനായി ഒടുവിൽ അവൾ എൻ്റെ സമീപം എത്തി. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു, ശ്രീപരമേശ്വരൻ്റേതാണ് ആ ഭൂമി. അവിടുന്നാണ് യഥാർത്ഥ അധികാരി. അതുകൊണ്ട് ആ ധനത്തിൽ അത്യാർത്തി പാടില്ല. അത് അപകടം വരുത്തും. ശരിക്കും അതിന് അർഹത ഗൗരിക്കാണ്. മറ്റാര് അത് സ്വന്തമാക്കാൻ ശ്രമിച്ചാലും അവൻ വിശന്ന് പൊരിഞ്ഞ് മരണപ്പെടും. ഗൗരിക്ക് പൂർണ്ണമായും അവകാശപ്പെട്ട സ്വത്തിൽ കണ്ണുവെക്കുന്നത് ഈശ്വരകോപത്തിന് വഴിവെക്കും. സൂക്ഷിക്കുക. ഗൗരിയുടെ അനുമതിയോടെ മാത്രം എന്തെങ്കിലും ചെയ്യൂ. ഞാൻ ഉപദേശിച്ചു. വീരഭദ്രപ്പയ്ക്ക് എൻ്റെ വാക്കുകൾ രുചിച്ചില്ല. അയാൾ കോപിഷ്ഠനായി എനിക്കുമേൽ ശകാരവർഷം ആരംഭിച്ചു. എൻ്റെ ഭാര്യയുടെ അവകാശം ഉറപ്പിക്കുക, പിന്നീട് ആ പണം മുഴുവൻ തട്ടിയെടുക്കുക, അതല്ലേ ബാബയുടെ ഉദ്ദേശ്യം എന്നൊക്കെ അയാൾ ആക്രോശിച്ചു. ഞാൻ അല്ലാഹുവിൻ്റെ വഴികളുടെ വൈചിത്രമോർത്ത് മൗനം പൂണ്ടതേയുള്ളൂ. അയാൾ കോപത്തോടെ വീട്ടിലെത്തി. കൊടുങ്കാറ്റ് പോലെ അവിടെ ഉറഞ്ഞാടി. ഉച്ച കഴിഞ്ഞ് ഗൗരി ദർശനത്തിലെത്തി. അവൾ യാചനാസ്വരത്തിൽ എന്നോട് പറഞ്ഞു, സ്വാമി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എന്നിൽ അപ്രീതി ഉണ്ടാകരുതേ, എന്നിൽ സദാ കരുണ ഉണ്ടാകണമേ. അവിടുത്തെ ഈ മകളെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ ബാബ. ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ ആർദ്രമാക്കി. ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു. 7 കടലുകൾക്കപ്പുറത്തൊന്നും നിന്നെ കാത്തുരക്ഷിക്കാൻ ഞാനുണ്ടാകും. തെല്ലുപോലും ദുഃഖിക്കരുത്. അന്ന് രാത്രി ഒരു വിശേഷമുണ്ടായി. ഗൗരിയുടെ സ്വപ്നത്തിൽ ശ്രീപരമേശ്വരൻ പ്രത്യക്ഷനായി. അവിടുന്ന് അരുളി, ആ ധനമെല്ലാം നിനക്കുള്ളതാണ്, ആർക്കും ഒന്നും കൊടുക്കണ്ട. ഞാൻ പറയും പോലെ അത് ചെലവഴിക്കൂ. ക്ഷേത്രത്തിനുള്ള ധനം ചെന്നബാസപ്പ പറയുന്നത് പോലെ ഈ പണം കൊടുക്കുക. മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ പറഞ്ഞാൽ മസ്ജിദിലെ ബാബയോട് ചോദിക്കൂ. ബാബയോട് ആലോചിക്കാതെ ഒരു കാര്യം ചെയ്യേണ്ട. ഗൗരി പിറ്റേ ദിവസം സ്വപ്നദർശന കാര്യം എന്നെ അറിയിച്ചു. ആ സ്വപ്നം വിശ്വസിക്കൂ, അത് ശരിയായ ഉപദേശം തന്നെയാണ്. ഞാൻ അവളോട് പറഞ്ഞു, മുതൽ സംഖ്യ നീ സ്വന്തമായി എടുക്കൂ. പകുതി പലിശ ചെന്നബാസപ്പയ്ക്ക് കൊടുക്കുക. വീരഭദ്രപ്പയുടെ കാര്യം ആലോചിക്കേണ്ട. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുവരും കലഹിച്ചു കൊണ്ടുവന്നത്. ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഗൗരിക്കുണ്ടായ സ്വപ്നദർശനം വിവരിച്ചു. അത് കേട്ടപ്പോൾ വീരഭദ്രപ്പയ്ക്ക് കോപം ഇരട്ടിച്ചു. അയാൾ ചെന്നബാസപ്പയോട് വളരെ നിന്ദ്യമായി ക്രൂരമായി സംസാരിച്ചു. കലിമൂത്ത് അയാൾ അലറി പറഞ്ഞു, നിന്നെ ഞാൻ കഷ്ണം കഷ്ണമാക്കി കൊന്നുകളയും.
ചെന്നബാസപ്പ സാധു പ്രകൃതക്കാരൻ. അയാൾ അതുകേട്ട് ഭയന്നു വിറച്ചു. ഉടൻ തന്നെ എൻ്റെ പാദങ്ങളിൽ വീണ് വന്ദിച്ച് ശരണാഗതി തേടി. ഞാൻ ആ സാധു പ്രകൃതക്കാരന് അഭയമരുളി. വീരഭദ്രപ്പയാൽ നീ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല, ധൈര്യമായിരിക്കൂ. കുറേ കാലം കഴിഞ്ഞ് വീരഭദ്രപ്പ മരിച്ചു. അവൻ പിന്നെ ജനിച്ചത് പാമ്പായി. ചെന്നബാസപ്പ ജനിച്ചത് തവളയായും. ചെന്നബാസപ്പയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ വാഗ്ദാനം ഓർത്തു. അതാണ് ഉടനെ പോയതും തവളയെ രക്ഷിച്ചതും. ഭക്തന് ആവശ്യമുള്ളപ്പോഴൊക്കെ അള്ളാഹ് ഓടിയെത്തും. അതെല്ലാം ഈശ്വരലീലകൾ തന്നെ. ആഗ്രഹങ്ങൾ കുറയ്ക്കുക, അർഹതയുള്ളതിന് മാത്രം ആഗ്രഹിക്കുക, ലഭിച്ചത് ഈശ്വരസ്മരണയോടെ മാത്രം അനുഭവിക്കുക. അനർഹമായത് സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ ഏതൊക്കെ ജന്മങ്ങളിലൂടെ, ഏതൊക്കെ ദുരിതങ്ങളിലൂടെ, എങ്ങനെയൊക്കെ കടന്നു പോകേണ്ടി വരുമെന്ന് ഒരുവനും അറിയില്ല. അതിനാൽ സർവത്ര ഹരിചിന്തനം. 47-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.